മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഇത് ഇപ്പൊ ഞാൻ ഈ ഒരു ഭാഗം, ഈ ഒരു വരി ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആരെയാണ് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ആര്യ രാജേന്ദ്രനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അല്ലേ. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിൽ ശോഭിക്കാനായിട്ട് നല്ലൊരു ഭാവി ഉണ്ടായിരുന്ന ഒരു വനിതയാണ് ആര്യ രാജേന്ദ്രൻ അല്ലേ. ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ട് അധികാരത്തിൽ വന്ന ആ ഒരു വനിതയെ ഇന്നലത്തെ ഒരു പൊതുയോഗത്തിൽ നമ്മൾ കണ്ട ഒരു അവസ്ഥ, ആരുമല്ലാതെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാനിടയായി. നമുക്കറിയാം, യദു എന്ന് പറയുന്ന ഒരു KSRTC ഡ്രൈവറുടെ പണി കളഞ്ഞപ്പോൾ മുതൽ പുള്ളിക്കാരിയുടെ കഷ്ടകാലം തുടങ്ങിയെന്നുള്ളതാണ്. അതൊരു കള്ളക്കേസായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അശ്ലീല ചുവയോടുകൂടിയുള്ള ആംഗ്യഭാഷയിൽ യദു സംസാരിച്ചു, അല്ലെങ്കിൽ അത്തരം ഒരു ആംഗ്യഭാഷ യദു കാണിച്ചു എന്ന് പറഞ്ഞാണ് ഒരു കേസ് കൊടുത്തത്. സംഭവം ചീറ്റിപ്പോയി, അത് വേറെ, അത് ചീറ്റിപ്പോയി. പക്ഷേ അന്ന് മുതൽ പുള്ളിക്കാരിയുടെ കഷ്ടകാലം തുടങ്ങി. കാരണം അത്രയും കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുത്തകയായിരുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന ആ ഒരു അലങ്കരിച്ചിരുന്ന ആ ഒരു സ്ഥാനം, എനിക്ക് തോന്നുന്നത് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആ ഒരു വനിതയ്ക്ക് കൈമാറിയപ്പോൾ വളരെ മനോഹരമായിട്ട് അത് നമ്മളുടെ രാജേഷ് അവറുകൾക്ക്, BJPയുടെ രാജേഷ് അവറുകൾക്ക് ആര്യ രാജേന്ദ്രൻ സന്തോഷത്തോടെ അത് കൈമാറുകയാണ് ചെയ്തത്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഒരു തീരാ തലവേദനയും പാർട്ടിക്ക് അത് വലിയൊരു അടിയുമായിപ്പോയി. അപ്പോൾ പാർട്ടിയുടെ ഒരു നിലപാടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പാർട്ടിക്ക് ചിരിച്ചുകൊണ്ട് ദ്രോഹം ചെയ്യുന്നവരെയും പാർട്ടിയെ നേരിട്ട് വെല്ലുവിളിക്കുന്നവരെയും ചിരിച്ചുകൊണ്ട് കഴുത്തെറുക്കുന്നവർ മാത്രമല്ല, ചങ്കുറപ്പോടെ നേരിട്ട് കഴുത്തെറുക്കുന്നവരെയും പാർട്ടി എന്താ പറയുക, ഒഴിവാക്കാനേ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ചിരിച്ചുകൊണ്ട് കഴുത്തെറുത്ത ഒരാളെ പതിയെ പാർട്ടി ഒഴിവാക്കിയതിൻ്റെ ഒരു നേരായ ഒരു അവസ്ഥ ആണ് നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചത്. ആര്യ രാജേന്ദ്രൻ അതായത് ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ ആ മൈതാനത്ത് നിൽക്കുകയും മുതിർന്ന നേതാക്കന്മാർ ഭരിക്കുമ്പോൾ ആ നേതാക്കന്മാരാരും ഒന്ന് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളോടെ നിൽപ്പുണ്ടെന്ന് പോലും മൈൻഡ് ചെയ്യാതെ ആര്യ രാജേന്ദ്രനെ വകവെക്കാതെ, നമുക്കറിയാം കേരളത്തിലെ ഒരുപക്ഷെ എല്ലാവർക്കും, എനിക്ക് തോന്നുന്നത് കൊച്ചുകുട്ടികൾ ഒഴിച്ചിട്ട്, ചില സ്ത്രീകൾ ഒഴിച്ചിട്ട് ആര്യ രാജേന്ദ്രനെ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് കാരണമാണ്. ഒന്ന്, ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ടിരുന്ന ഒരു വ്യക്തി എന്ന നിലയിലും, രണ്ടാമത്തത് യദുവിൻ്റെ പ്രശ്നം, ആ ഒരു KSRTC ഡ്രൈവറുടെ പ്രശ്നം വന്നപ്പോൾ അത് ചാനലുകാരെല്ലാം മീഡിയക്കാരെല്ലാം എടുത്തിട്ട് അലക്കിയതാണ്. അപ്പോൾ അതോടുകൂടി അത്യാവശ്യം കേരളത്തിൽ പോപ്പുലറായ ഒരു വ്യക്തിയാണ് ആര്യ രാജേന്ദ്രൻ. അപ്പോൾ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാർക്ക് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആളെ അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് കള്ളത്തരമാണ് എന്ന്, അല്ലെങ്കിൽ നാടകമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവരവിടെ ഉണ്ടായിട്ട്, എല്ലാവരും സ്റ്റേജിൽ കയറുമ്പോൾ അവരവിടെ ഉണ്ടായിട്ട് അവരെ ക്ഷണിച്ചതുമില്ല, അവരവിടെ ഉണ്ടെന്ന് പോലും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ്. എനിക്കിതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും ഭാവി ഉണ്ടായിരുന്ന ഒരു വ്യക്തി പറയില്ല, ഇത്രയും ഭാവി. കാരണം കേരളത്തിൽ പോപ്പുലറായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം, നമ്മൾ ഒരു ഇലക്ഷന് പോലും ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആർക്കെങ്കിലുമൊക്കെ അറിയാവുന്നവരായിരിക്കണം. പോസിബിലിറ്റി കൂടുതലാണ് അങ്ങനെയുള്ളവർക്ക്, അതല്ലേ, പോസിബിലിറ്റി കൂടുതലാണ്. ഇപ്പം നമ്മളുടെ ഇവിടെ ഈ ആലപ്പുഴയിൽ നിൽക്കുന്ന സുധാകരൻ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം UDF പിന്തുണയോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ, നമുക്കെല്ലാവർക്കും സുധാകരനെ നമുക്ക് കേരളീയ രാഷ്ട്രീയത്തിലുള്ള എല്ലാവർക്കും അറിയാം അല്ലേ. പുതിയതായിട്ടൊരു വ്യക്തി വന്ന് നിൽക്കുമ്പോൾ ആ മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് പോലും ചിലപ്പോൾ അറിയാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് വോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ പേര് പോലും കേട്ടിട്ടില്ല, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വോട്ട് ചെയ്താൽ നമ്മൾക്ക് ചിലപ്പോൾ മനസ്സിലായി പ്രയോജനം ഉണ്ടാവുമോ എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥ വരും. പക്ഷേ ആര്യ രാജേന്ദ്രൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം അവർക്ക് കേരളത്തിൻ്റെ നാനാ ജില്ലയിലും കംപ്ലീറ്റ്, കാസർഗോഡ് മുതൽ നമ്മുടെ തിരുവനന്തപുരം വരെ എല്ലാവർക്കും ആര്യ രാജേന്ദ്രനെ അറിയാം. അതുകൊണ്ട് ഈ പറയുന്ന 14 ജില്ലയിൽ എവിടെ കൊണ്ട് നിർത്തിയാലും ജനങ്ങൾക്ക് അവർ പരിചയമില്ലാത്ത ഒരു വ്യക്തിയല്ല, പരിചയമുള്ള ആളായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരാളായിട്ട് പോലും ആര്യ രാജേന്ദ്രനെ ഇത്തവണത്തെ ഇലക്ഷന് പരിഗണിക്കാതിരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ അങ്ങനെ പരിഗണിച്ചിരുന്നെങ്കിൽ ആ 5 കൊല്ലം കൊണ്ട് അത്യാവശ്യം ആ സീറ്റ് നേരെ അടുത്ത ആൾക്ക് കൊടുക്കും. കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ BJPക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിനോ, അത് ആര്യ രാജേന്ദ്രൻ നല്ല അന്തസ്സായിട്ട് തിരിച്ച് മടക്കി കൊടുത്തരാം. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്രയും വലിയൊരു റിസ്കിന് മുതിരാതിരുന്നത്. കാരണം നമുക്കറിയാം, പിണറായി വിജയൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ യുവതലമുറക്ക്, പുതിയ തലമുറയ്ക്ക് ചാൻസ് കൊടുക്കുക എന്നുള്ളൊരു പോളിസിയാണ് കഴിഞ്ഞ 5 വർഷമായിട്ടും ഇനി വരാൻ പോകുന്ന 5 വർഷത്തിലും അദ്ദേഹം എടുത്ത നിലപാട് അല്ലേ. അദ്ദേഹം ആണല്ലോ മെയിനായിട്ട് ഈ പറയുന്ന പാർട്ടിയെ ഇപ്പോൾ ഭരിക്കുന്നത്.
ബാക്കിയുള്ളവരെല്ലാം അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് പല മുതിർന്ന നേതാക്കന്മാരും ഈ പാർട്ടിയിൽ നിന്ന് വിട്ടു പോകാനുള്ള കാരണവും. അപ്പോൾ പിണറായി വിജയൻ്റെ തീരുമാനം എന്ന് പറയുന്നത് പുതിയ തലമുറക്ക് ചാൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പുതിയ തലമുറയിൽ ഏറ്റവും ചാൻസ് കൂടുതലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആര്യ രാജേന്ദ്രൻ. കാരണം മേയറായിട്ട് ഇത്രയും നാൾ അവർ സിറ്റി ഭരിച്ചിട്ട് അവർക്ക് അടുത്ത ഒരു പടി മുകളിലേക്ക് പോകുന്നതിന് പകരം നേരെ താഴോട്ടാണ്. നമ്മൾ ഏണിയും പാമ്പും കളിക്കത്തില്ലേ, ഏണിയും പാമ്പും കളിക്കുമ്പോൾ 99 പാമ്പ് വിഴുങ്ങുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, എന്നിട്ട് നേരെ 6 കൊണ്ട് നിർത്തും. ഇതിപ്പോൾ അതിനേക്കാൾ വലിയ കഷ്ടമായിപ്പോയി, പെരുമ്പാമ്പായിപ്പോയി വിഴുങ്ങിയത്, മണ്ടത്തരമായിപ്പോയി. അപ്പം നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ജനങ്ങൾ മണ്ടന്മാരല്ല. നമ്മളൊരു പാർട്ടിയിൽ നിന്നുകൊണ്ട് നമ്മൾ മത്സരിച്ച് ജയിച്ച് ഒരു സ്ഥാനത്ത് വന്നിരുന്നാൽ നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ സുഖവും സന്തോഷവും നമ്മൾ തേടി ആ സ്ഥാനത്തെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും ഒരല്പമെങ്കിലും ജനത്തിനോട് ഒരു പരിഗണനയും സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിക്കണം. അതില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ജനങ്ങളെടുത്ത് താഴോട്ടിരിക്കും. ജനങ്ങൾ കൈവിട്ട ഒരാളെ ഒരു പാർട്ടിയും സംരക്ഷിക്കത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആര്യ രാജേന്ദ്രൻ. കാരണം എന്ന് പറഞ്ഞാൽ യദുവിൻ്റെ കേസ്, യദു ഒരു സാധാരണക്കാരനാണെന്നും അദ്ദേഹത്തിനെ പോലത്തെ ഒരാളെ ഉപദ്രവിക്കേണ്ട ഒരു കാര്യമില്ലാത്തൊരു കാര്യമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അത് പിന്നെ കോർപ്പറേഷൻ, ഈ പറയുന്ന പോലെ കോർപ്പറേഷൻ ഭരിച്ചു കഴിഞ്ഞിട്ട് അവിടെ നടന്ന പൊങ്കാലയുടെ കാര്യങ്ങളും പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് നമുക്കറിയാം. രാജേഷ് എന്ന് പറയുന്ന അദ്ദേഹം മേയറായതിനു ശേഷം അവിടെ ഒരുപാട് മാറ്റങ്ങൾ ഈ ചുരുങ്ങിയ കാലയളവിൽ അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോൾ ഇതൊക്കെ ഇത്രയും കാലം ഭരിച്ചിരുന്നവരുടെ കഴിവുകളാണെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന വിധം മനസ്സിലായി, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പൊങ്കാലയ്ക്ക് വന്ന കണക്കുകൾ നമുക്കറിയാം, പൊങ്കാലയ്ക്ക് എടുത്ത കണക്കിനകത്ത് വന്ന തിരിമറികൾ, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന KSRTC ബസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ അവിടെയുള്ള റൂമുകളൊക്കെ ഈ പറയുന്ന ലോഡ്ജ് പോലുള്ള കാര്യങ്ങളും കടമുറികളും ഒക്കെ വാടകയ്ക്ക് കൊടുത്ത അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ വെളിയിൽ വന്നപ്പോഴാണ് ജനങ്ങൾക്കും മനസ്സിലായത് ഇത്രയും നാൾ നമ്മളെ പറ്റിക്കായിരുന്നു. അപ്പോൾ എന്ത് പറ്റി? ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ജനങ്ങൾക്ക് ബോധ്യമുണ്ടായി. അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതൊരു അടിയാവും, അത് ഉറപ്പാണ്. പക്ഷേ അതിന് ഇടം കൊടുത്താരാന്നറിയാമോ? ഈ ആര്യ രാജേന്ദ്രനാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു അവസരം കൊടുത്തപ്പോൾ അവരുടെ പോരായ്മകൾ എടുത്ത് കാണിക്കുന്ന തക്കവണ്ണം, ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന തക്കവണ്ണമുള്ള ഒരു ഭരണമാണ് അവിടെ കാഴ്ചവെച്ചത്. അപ്പോൾ അതൊരു വലിയ അടിയായിപ്പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ എന്ന് പറയുമ്പോൾ മളിക മുകളേറിയ മന്നൻ്റെ ആ തിരിഞ്ഞുള്ള പോക്കുണ്ടല്ലോ, ആ വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന പോക്ക് കണ്ടപ്പോൾ ഉണ്ടല്ലോ, പെറ്റ തള്ള സഹിക്കത്തിലേട്ടാ, ഒരു വല്ലാത്തൊരു പോക്കായിപ്പോയി. സത്യം പറഞ്ഞാൽ മറ്റേ ആ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്, അല്ലയും കാറ്റിൽ ഹൃദയം, ഈ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. വാത്സല്യത്തിൽ മമ്മൂട്ടി ഇറങ്ങി പോകുന്ന പോക്കാ പോയത് കേട്ടോ. പക്ഷെ എന്തായാലും ഇതെല്ലാവർക്കും ഒരു പാഠമായിക്കോട്ടെ. ഇത്രയും ചെറുപ്രായത്തിൽ നല്ലൊരു സ്ഥാനത്ത് വന്ന് എത്തിയിട്ട് അത് വിനിയോഗിക്കാൻ കഴിയാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി ജീവിക്കാൻ, അല്ലെങ്കിൽ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടിയിട്ട് സ്ഥാനമാനങ്ങളെ ഉപയോഗിക്കുന്നവർക്ക് ഒരു പാഠമായിക്കോട്ടെ. ദയവ് ചെയ്ത് ഇനി ആരെങ്കിലും ഇതുപോലുള്ള ചെറുപ്രായത്തിൽ തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാനോ അല്ലെങ്കിൽ സ്ഥാനം കിട്ടാനോ അവസരം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു നല്ല പേര് നഷ്ടപ്പെടുത്താതെ, ഒരു വ്യക്തി താല്പര്യത്തിനും നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കും വേണ്ടി നിങ്ങളുടെ ആ ഒരു ഇമേജ് കളയാതെ നിങ്ങൾ വെച്ചടി മുകളോട്ട് പോകാൻ ശ്രമിക്കുക. ആര്യ രാജേന്ദ്രനെ ഒരിക്കലും ഒരു പാഠമാക്കാതിരിക്കുക. എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത്.